നീ നിക്കണ്ട പൊക്കോ. രാത്രിയിൽ വേലായുധമെന്ന് കിടന്നോളും. എന്തെങ്കിലും ആവശ്യമുണ്ട് ഇങ്ങോട്ട് വിളിച്ചാ മതി. പൊക്കോ. പങ്കിയമ്മ അശ്വതി പറഞ്ഞിട്ടുണ്ട് കാലത്തെ എത്തുമെന്ന് വിചാരിച്ചു. അശ്വതി കുഞ്ഞ് അങ്ങനാ പറഞ്ഞ്. കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. അങ്ങനെ നിന്ന് വീടും പൂട്ടിയിട്ട് പോരാൻ പറ്റുമോ? അവൾ അവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ഞാൻ ഗോപിയോട് പറഞ്ഞതാ. ഭർത്താവിന്റെ വീട്ടിൽ കുറച്ചു ദിവസം നിന്നു വെച്ചാൽ തലയൊന്നും പോവില്ല. ഒന്നും മിണ്ടാതിരിക്കൂ. അശ്വതി എന്തിയെ? അങ്ങേ വീട്ടിലുണ്ട്, ഞാൻ വിളിക്കാം. ശരി. അശ്വതിയേ, അശ്വതി, ഗോപി കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വന്നു. വേഗം ഇങ്ങോട്ട് വായോ. പിന്നെ പങ്കിയമ്മ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. തൽക്കാലം ഇത് ആരും അറിയണ്ട. അല്ല, ആരാ ഇത്? ഈ മുത്തശ്ശി അറിയോ ചക്കരക്കുട്ടനെ? രേവതിയില്ലേ അവിടെ? ഉണ്ട്. കാലത്ത് പുറപ്പെടണമെന്ന് കരുതിയതാ. ഓരോന്ന് ചെയ്തു തീർക്കാതെ ഇറങ്ങാൻ പറ്റുമോ? അച്ഛനാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട് അവിടെ. നീ എന്താ മോളെ ക്ഷീണിച്ചിരിക്കുന്നു? സമയത്ത് നേരത്തൊന്നും കഴിക്കാറില്ല. കൊച്ചുപാലനോ പടകള്ള. വൈദ്യർ മഠത്തിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ഗോപി വന്നിട്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. അദ്ദേഹം ജാതകം നോക്കിയാ ചികിത്സ വിധിക്കുക. ഗോപിയോട് പറഞ്ഞ ഇതൊന്നും മനസ്സിലാവില്ല. നീ ഇതൊക്കെ അവനോടൊന്ന് പറയണം. ധാരാളം പേർക്ക് ഫലം ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. സാവിത്രി, കുടിക്കാനുള്ള വെള്ളം എടുത്തോളൂ. മോളെ, ബുധന്റെ തുടക്കത്തില് നിനക്ക് സന്താനയോഗമുള്ളൂ എന്നാ അദ്ദേഹം പറയണത്. അതിന് വലിയ താമസമൊന്നുമില്ല മോനെ. അയ്യോ, അപ്പുറത്തുണ്ടേ കൊടുത്തിട്ട് വരെ. ഇപ്പൊ കരയാൻ തുടങ്ങും. രേവതി ഇല്ലേ ഇവിടെ? കുട്ടിക്ക് ഫയറക്സ് അങ്ങ് പുറത്തു പോയിരിക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് വിളിച്ച് പറഞ്ഞാ പോരെ അവക്ക്? ഈ വെയിലത്ത് വല്ല കാര്യമുണ്ട്? മോനെങ്ങ വേണ്ട, ഞാൻ വെച്ചോളാം. വേണ്ട, അശ്വതിയുടെ ജോലി മുഴുവൻ മുടക്കും. ഇതാ കുട്ടം പിള്ളേ. വെൽക്കം മിസസ് രേവതി ബാലചന്ദ്രൻ. ഒരുപാട് നേരമായി വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. കം. രേവതി ഇപ്പൊ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗുഡ്. കുടിക്കാൻ കോഫി, ടീ? വേണ്ട, താങ്ക്സ്. ഇരിക്കൂ.
സത്യത്തിൽ ബോട്ട് ക്ലബിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ എനിക്ക് വിശ്വസിക്കാനായില്ല. യു ആർ ചേഞ്ച്ഡ് എ ലോട്ട്, റിയലി ചേഞ്ച്ഡ് എ ലോട്ട്. വേഷത്തിനും ഭാവത്തിലും ഒക്കെ ഒരു മാറ്റം. പക്ഷെ ആ പഴയ സ്മാർട്ട്നെസ് അതായിരുന്നു എനിക്കിഷ്ടം. ഓ, ഇപ്പൊ കുടുംബിനിയായല്ലോ, അതിന്റെ ഒരു മാറ്റം അല്ലേ? എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കല്യാണം കഴിഞ്ഞ് പൊന്നുമോന് ഭാര്യയോടൊത്ത് താമസിക്കാൻ അപ്പച്ചൻ വാങ്ങിച്ചിട്ട ബംഗ്ലാവാ. പക്ഷെ പാവ അപ്പച്ചൻ ആഗ്രഹിച്ചതൊന്നും നടന്നു കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. രേവതിക്കറിയോ, സ്റ്റിൽ ബാച്ചലർ. അന്ന് സംഭവിച്ചതൊക്കെ മനഃപൂർവ്വമല്ലായിരുന്നു. വേണ്ടായിരുന്നെന്ന് പിന്നെ തോന്നി. നേരിട്ട് കണ്ടൊന്ന് ക്ഷമ ചോദിക്കാൻ പോലും പിന്നൊരവസരം ഉണ്ടായില്ല. വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓൾ റൈറ്റ്. സമ്പന്നനായ പിതാവിന്റെ തെമ്മാടിയായ മകന് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല, വേദനയുമില്ല. അസൂയ, jealous. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഭർത്താവിനോടൊത്ത് നീ സുഖമായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള അസൂയ. Yes. ഒരു പുരുഷന് നേടാവുന്ന എല്ലാ ഭാഗ്യങ്ങളും നീ കാരണം എനിക്ക് നഷ്ടമായി. അതുപോലെ നിനക്കും പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടണം. എന്നെ പോലെ നീയും ഒറ്റപ്പെടണം. അല്ലാതെ ഞാൻ വിടില്ല. എല്ലാ അർത്ഥത്തിലും നീ എനിക്ക് വിധേയായിട്ടുണ്ടെന്ന് നിന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ആ ചിത്രങ്ങൾ വേണം. പക്ഷേ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നല്ലവനായ ഭർത്താവ് ഒരുപക്ഷെ ക്ഷമിച്ചാലോ? അതുപോലെ എനിക്ക് ഒരു സ്ത്രീ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് നിനക്ക് നഷ്ടപ്പെടണം. അത് നിന്റെ ഭർത്താവ് അറിയണം. അങ്ങനെ നീയും എന്നെ പോലെ ഒറ്റപ്പെടും. എന്നിട്ടും ക്ഷമിക്കുന്ന ഭർത്താവാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല.